മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ഞാൻ ചിലപ്പോ ചില അഡൽ കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. കാരണം നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്ക് ഫിനാൻഷ്യലി സഫർ ചെയ്തിട്ടുണ്ട് ഞാൻ ചില സമയത്ത്. എന്റെ മദറിനെ മെഡിസിൻ വാങ്ങിക്കാൻ മറ്റേ ഞാൻ ചെയ്ത കാര്യമാണ്. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഫിനാൻഷ്യലി ഡൗൺ ആയ സമയത്താണ് ഞാൻ ചെയ്തത്. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. എന്താ ഉറക്കം വരുന്നു. മസാല കണ്ടാണ് ഏറ്റവും ഞാൻ ഫിലോസഫിയെ കുറിച്ച് ബുക്ക് ചെയ്തി. ലൈഫ് ഫിലോസഫിയെ കുറിച്ചാണ്. ഏതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ സൂനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ആ ബുക്ക് അവരുടെ ഒരു കോപ്പിയും വിറ്റുപോയില്ല. കാരണം ആൾക്കാർക്ക് അന്ന് എന്നോട് ഒരുത്തം പറഞ്ഞു, അന്ന് ആൾക്കാർക്ക് വേണ്ടത് മസാലയാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഇവിടെ മാധവിക്കുട്ടി പോലും അവരുടെ സെക്സ് ലൈഫ് പുറത്താക്കിയിട്ടാണ് എന്റെ കഥ, എന്റെ സ്റ്റോറിയെല്ലാം ഹിറ്റായത്. ഇവിടെ ആൾക്കാർക്ക് വേണ്ടത് മസാലയാണ്, നല്ലത് ആർക്കും വേണ്ട. സ്വാഭാവികം. ഇപ്പൊ ലാലേട്ടൻ നല്ല നടനാണ്, അല്ലെങ്കിൽ നല്ല മനുഷ്യനാണ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല. അന്ന് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലോ ആൾക്കാർ കാണും. എന്നിട്ട് അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യമാണ്. അതിന്റെ പേരിലാണ് ഞാൻ ഇപ്പോഴും തെറിയേക്കുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.